വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് കെട്ടിട വിവാദത്തിന് പിന്നാലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ പരിശോധിക്കാൻ ബിജെപി. വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുഴുവൻ രേഖകളും പരിശോധിക്കാനാണ് നീക്കം. കോർപ്പറേഷന്റെ വരുമാനം ചോരുന്നതിൽ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രതിപക്ഷ നിരയിലായപ്പോൾ തന്നെ കോർപ്പറേഷനിലെ വാടകക്കൊള്ള ബിജെപി ചർച്ചയാക്കിയിരുന്നു. ഭരണം ലഭിച്ചതോടെ വാടകക്കൊള്ള ആരോപണം പരിശോധിക്കുകയാണ് ബിജെപി ഭരണസമിതി. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി കെട്ടിടങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിസാര വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾ ഉപകരാറുണ്ടാക്കി മറിച്ചു നൽകുന്നതായും പരാതിയുണ്ട്. വർഷങ്ങളായി വാടക കരാർ പുതുക്കാത്ത കെട്ടിടങ്ങളും ഇതിൽ ഉൾപ്പെടും. കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ചർച്ച നടത്തി കാലഹരണപ്പെട്ട കരാറുകൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. ആവശ്യമായ രേഖകളില്ലെങ്കിൽ നോട്ടീസ് അയക്കുകയും ചെയ്യും. LDF ഭരിച്ചിരുന്നപ്പോഴേക്കും ഇതുപോലെ കോർപ്പറേഷൻ്റെയും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ നിരവധി ഓഫീസുകൾ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യക്തികൾക്ക് അനധികൃതമായി കൊടുത്തിട്ടുണ്ട്, കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട് ഞങ്ങൾക്ക്. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സാധാരണ കിട്ടേണ്ട ഡെപ്പോസിറ്റും വാടകയും ലഭിക്കണമെന്നാണ് കോർപ്പറേഷന്റെ ആവശ്യം. ജനപ്രതിനിധികൾക്ക് നിയമപരമായ ഇളവ് ലഭിക്കുമെന്ന് പറഞ്ഞ മേയർ അതിൽ വി കെ പ്രശാന്ത് ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. മീഡിയ 1 തിരുവനന്തപുരം.